എന്നോടെല്ലാവരും ചോദിക്കാറുണ്ട് വർക്കും വീട്ടിലെ ജോലിയും എല്ലാം കുഞ്ഞിനെ വെച്ച് എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോണേന്ന്. ഇന്ന് വൈകുന്നേരം ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ ഞാനും സിത്തു ഒരുമിച്ചാണ് കിച്ചണിൽ. സിത്തു ഇപ്പം നടക്കാൻ തുടങ്ങിയോണ്ട് അവളെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ പറ്റില്ലേ. കണ്ണ് തെറ്റി എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുവേ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ തന്നെ എൻ്റെ മുമ്പിൽ കാണുന്ന പോലെ ഇരുത്തുവേ എപ്പോഴും. സിത്തുവിന് അവളുടെ ടോയ്സിനേക്കാളും ഇഷ്ടം കിച്ചണിലെ സ്പൂണും പ്ലേറ്റ്സും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. സിത്തു കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുത്തിരുത്തി. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കിച്ചണിലെ പരിപാടിയൊക്കെ ഒരുവിധം ഒതുക്കിയേ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്താലും സിത്തുവിനെയും കൂടെ എൻ്റെ കൂടെ കൂട്ടുവേ. അവളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ എനിക്ക് തുണിയൊക്കെ കൊണ്ടുപോയി റൂമിലൊക്കെ വെച്ച് തന്നു. സിത്തുവിനിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞേ. 1.5 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ അവൾക്ക് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തേ. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സിത്തുവിന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. ഫുഡ് കഴിക്കാൻ ആൾക്ക് ഇച്ചിരി മടിയാണ്. പിന്നെ കുറച്ചു നേരം കളിപ്പിച്ചും TV ഒക്കെ കാണിച്ചും എങ്ങനെയൊക്കെയോ ഞാൻ കഴിപ്പിച്ചു അവളെ കൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണിൽ പോയി അപ്പമൊക്കെ ഉണ്ടാക്കി. ഇന്ന് ഡിന്നറിന് അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വൈശാഖ് വന്നു. പിന്നെ കുറച്ചു നേരം സിത്തുവിൻ്റെ കൂടെ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെയൊന്നും അല്ലേ. സിത്തുവിൻ്റെ മൂഡ് അനുസരിച്ച് ഞാനിങ്ങനെ ഓരോ ചേഞ്ചൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളേ.